കവലകളിൽ വോട്ടർമാരെ കണ്ടും വോട്ട് തേടിയും അബ്ദുസ്സമദ് സമദാനിയുടെ പര്യടനം. പൊന്നാനി നിയോജക മണ്ഡലത്തിലാണ് സമദാനി വോട്ട് തേടിയെത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ കയ്യിൽ അധികാരം ലഭിക്കണം. കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇന്ത്യ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന മഹാനായ രാഹുൽ ഗാന്ധിയുടെ കരങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം എത്തിച്ചു കൊടുക്കണം. രാഹുൽ ഗാന്ധി വരിക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യയുടെ നമ്മുടെ മുമ്പിലുള്ള രക്ഷാമാർഗം. മതേതരവാദിയായ ജവഹർലാൽ നെഹ്റുവിന്റെ പൗത്രനായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ ഒരു അജണ്ട UDF-നെ ഉണ്ട്. ഇവിടെ മത്സരിക്കുന്ന മറ്റുള്ളവർക്ക് ഒരു അജണ്ട പോലുമില്ല. അവർക്ക് ആകെ പറയാവുന്നത് ഇവിടുത്തെ കോൺഗ്രസിനെ കുറിച്ചും ലീഗിനെ കുറിച്ചും മാത്രമാണ്. അവർക്ക് കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണമോ അതിനെ ഇറക്കാനുള്ള ഒരു വഴിയോ ഇറക്കിയിട്ട് അവർ പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള വഴിയോ ഒന്നും അവരുടെ മുമ്പിലില്ല. ഒരു നേതാവുമില്ല. നമുക്കൊരു നേതാവുണ്ട്, ഇന്ത്യയെ നയിക്കാൻ ഒരു നേതാവുണ്ട്, മതേതരവാദിയായ ഒരു ലീഡറുണ്ട് നമ്മുടെ മുമ്പിൽ. അത് രാഹുൽ ഗാന്ധിയാണ്. കനത്ത ചൂടിലും UDF പ്രവർത്തകർക്കൊപ്പം ആവേശം ഒട്ടും ചോരാതെയാണ് UDF സ്ഥാനാർത്ഥി MP അബ്ദുസ്സമദ് സമദാനിയുടെ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ പര്യടനം നടന്നത്. പെരുമ്പടപ്പ് പുത്തൻപള്ളി സെന്ററിൽ നിന്ന് പര്യടനം ആരംഭിച്ചു. പെരുമ്പടപ്പ്, വെളിയങ്കോട്, മാറഞ്ചേരി, ആലങ്കോട്, നന്നമുക്ക് എന്നീ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. LDF-ന് ഉയർത്തിക്കാട്ടാൻ ദേശീയ വിഷയങ്ങളില്ലാത്ത സ്ഥിതിയാണെന്ന് സമദാനി പറഞ്ഞു. ജില്ലാ UDF ചെയർമാൻ PT അജയ് മോഹൻ, മണ്ഡലം UDF ചെയർമാൻ V സയ്യിദ് മുഹമ്മദ് തങ്ങൾ, ജില്ലാ UDF കൺവീനർ അഷ്റഫ് കോക്കൂർ, CV ബാലചന്ദ്രൻ, PP യൂസുഫ് അലി, CM യൂസുഫ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. NCV ന്യൂസ് പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.